ഹായ് ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 5 മണിക്ക് ഇറങ്ങിയതാണ്. 5 മണിയല്ല, സോറി, 6 മണിക്കാണ് ഇറങ്ങിയത്. 6:18 ആയപ്പോൾ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം എന്താ പറയാ, കസ്റ്റമർ എടുത്തെത്താനായി. അപ്പോൾ എന്നാൽ കസ്റ്റമർ എടുത്തിട്ട് കാണാം നമുക്ക്. ഹായ് ഗായ്സ്, അപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലേക്കായിരുന്നു ആ ട്രിപ്പ്. അവരവിടെ കൊണ്ടുപോയി ഇറക്കി. അപ്പോൾ നമ്മളിതാ ഫ്രണ്ടിലേക്ക്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് മാറി കിടക്കാന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ വന്നതല്ല. ബാക്ക് സൈഡിൽ നിന്നൊരു വലിയ കാര്യമില്ല. അവിടെ വരുന്നവർ ഏറ്റവും കൂടുതലും ബസ്സിന് പോകാനോ അല്ലെങ്കിൽ മെട്രോയ്ക്ക് പോകാനോ ഓട്ടോ വിളിച്ച് പോകാനോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, ഫ്രണ്ട് ഗേറ്റിലേക്ക് കിടക്കാന്ന് വെച്ചു. അത് പത്തുണ്ട് ഈ ഒരു തിരിച്ചിൽ മാത്രമേ ഉള്ളൂ ഒരു ചുരുങ്ങി പരിപാടി. വലിയ എളുപ്പമില്ല. ആ ഒരു ഇതാണെങ്കിലും ചെറിയൊരു ഗ്യാപ്പുള്ള വഴിയാണെങ്കിലും വലിയ സീനില്ല. അപ്പം എന്നാൽ ഓക്കെ, നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ തന്നെ എങ്ങോട്ടും ഓട്ടം കിട്ടുക ഇല്ല എന്നൊക്കെ നോക്കാം നമുക്കിപ്പം. എന്തായാലും ഇവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടാണ്ട് ഞാൻ എന്തായാലും ഇറക്കില്ല. ഇന്നലെ അനാവശ്യമായിട്ട് കുറച്ച് ഓടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രിയും നമ്മൾ കാലടിച്ചാണ് വന്നത്. പിന്നെ അത്യാവശ്യം ഒരു 10-25 കിലോമീറ്റർ ഇന്നലെ ഞാൻ വെറുതെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെക്കണം. അപ്പോൾ പിന്നെ നോക്കുക നമുക്ക് എങ്ങനത്തെ അവസ്ഥ എന്നുള്ളത്. ഇവിടെ ഒന്നും പോലീസ് ഉണ്ടാവില്ല. ഈ വീഡിയോ എടുത്ത് വരുന്നത് കണ്ടാൽ ചിലപ്പോഴേ ഉരുട്ടോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഗൈസ്. അപ്പം നോക്കാം അടുത്ത എങ്ങോട്ടാണ് കിട്ടുക, എവിടുന്നാന്നുള്ളത്. സൈഡാക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ, മൊത്തം വണ്ടി കൊടുന്ന് നിറച്ചല്ലോ. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ ആ ഗ്യാപ്പ് കൊണ്ടിടണം. ഓക്കെ, അതിന് ആ ഗ്യാപ്പ് കൊണ്ടിട്ടേക്കാം. അമ്മമാരിവിടെ എല്ലായിടത്തും ഓട്ടോ സ്റ്റാൻഡ് കൊണ്ടുവച്ചു. അപ്പുറത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ജനങ്ങളാണ് മറ്റേ അവർക്ക് അമ്മായിമാരോട് ഇതിനെ കിട്ടിയ മാതിരിയാണ് അവരെ ഓട്ടോക്കാരെ കാട്ടിക്കൊണ്ടു. അതിൽ കാണിച്ചല്ലോ. അപ്പം നോക്കുക ഇവിടെ നിന്ന് ഏത് അടിക്കാന്ന്. രണ്ടാമത്തെ ഓട്ടോ അടിച്ചിട്ട് നമുക്ക് ഓലയിലാണ് അടിച്ചത്. നമ്മൾ തോപ്പുംപടിക്കാണ് അടിച്ചത്. അപ്പോൾ ഇയാളൊരു എന്താ പറയുക, തെലുങ്കുമാണ് മൂപ്പര് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ആകെ അറിയാത്തൊരു ഭാഷയായതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, മിണ്ടാണ്ട് ഒരു ഭാഗത്തിരിക്കാൻ കരുതി. അപ്പോൾ ഏതൊക്കെയോ വഴി കൂടിയാണ് ആ ചങ്ങ ഇന്നോട് കൊടുന്നത്. മൂപ്പര് 2 വർഷം മുമ്പ് കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നല്ല വഴി തന്നെ കാണിച്ചതൊക്കെ, നല്ല വഴി ഷോർട്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, തിരിച്ച് എനിക്ക് പോകണ്ടേ. അപ്പം ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് എല്ലാം ഇട്ട് നോക്കട്ടെ. ഞാൻ എവിടുന്നെങ്കിലും ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പം എന്നാൽ നോക്കാം, നേരത്തെ ട്രിപ്പ് ഏതിലും അടിക്കാൻ നോക്കാം നമുക്ക്. ഗൈസ്, നമുക്ക് 3ാമത്തെ ട്രിപ്പ് അടിച്ചു. 2ാമത്തേത് ആണ് ഊബറിലാണ് അടിച്ചു. ഊബർ ഓണാക്കി അവിടെ തന്നെ പഠിച്ചു. നമ്മളെ തൃപ്പുള്ളിത്തറയൊക്കെയാണ് ഓട്ടോ ഉള്ളത്. എന്താ പറയുക, തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട് കസ്റ്റമർ. അപ്പോൾ നമ്മൾക്കൊന്ന് അവരെ പോയി ഹായ് ഗായ്സ്, അപ്പോൾ തേവരയിൽ നമുക്ക് നേരെ കിട്ടിയത് ഇവിടേക്കായിരുന്നു, നമ്മളെ തൃപ്പുണിത്തറ റെയിൽവേ സ്റ്റേഷൻ. അത് നമ്മൾ അറിയുന്ന ഒരു ഫാമിലി ആയിരുന്നു. അത് നമ്മളെ കമ്പനിക്കാരൻ്റെ കുടുംബക്കാരാണ്, വൈഫിൻ്റെ ചേച്ചിയും ഭർത്താവും. അപ്പോൾ നമ്മൾ അറിയുന്ന ടീമായിരുന്നു അവർ. അവിടെ ഡ്രോപ്പ് ചെയ്ത പാട് തന്നെ എനിക്ക് തിരിച്ച് വീണ്ടും തേവരയ്ക്ക് തന്നെ കിട്ടി. അങ്ങനെ ഇപ്പോൾ തേവരെത്തി അവരെയും ഡ്രോപ്പ് ചെയ്തു. അതൊരു ചേച്ചിയായിരുന്നു, ജോലിക്കാരി. പതിവില്ലാത്ത ബ്ലോക്കാണെന്ന് ഇപ്പോൾ ഈ നേരത്തോട്ട് തേവര പാലത്തുമ്മലും അതിൻ്റെ അപ്പുറത്തും. ഇങ്ങോട്ട് കിടക്കാൻ ഞാൻ ഒരുപാട് ടൈം പിടിച്ചു. തിരിച്ചിതാ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ആപ്പൊന്നും ഓണാക്കിയിട്ടില്ല. തൽക്കാലം ഈ ഭാഗത്തുനിന്നും എല്ലാം ഒന്നാണ്ട് മൂവാക്കിക്കാണ്ട് അപ്പുറത്തോടെയും കൊണ്ടിട്ട് ഓണാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിനുള്ളിൽ നിന്ന് അടിച്ചാലേ ഈ ബ്ലോക്ക് പെട്ട് നമ്മൾ ആകെ ഭ്രാന്തായി പോകും. എന്തായാലും അങ്ങോട്ട് ചെറിയൊരു മൂവിങ് ഉണ്ട്. ഇവൻ എങ്ങോട്ട് ഈ പാഞ്ഞ് കയറുന്നു ഇവനൊക്കെ. അപ്പം നോക്കുക ഗൈസ്, അടുത്ത ട്രിപ്പ് എവിടെ നിന്നാണ് അടിക്കാൻ നോക്കുക. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഓണാക്കുന്നില്ല.
സ്വല്പം അങ്ങോട്ട് കയറ്റിയിട്ട് MG റോഡിന് അങ്ങോട്ട് കയറ്റിയിട്ട് ഓണാക്കുന്നുള്ളൂ. എന്താ സ്റ്റക്കായി. അപ്പം എന്നാൽ ഓക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ നമുക്ക് ഒരു ഓട്ടം കിട്ടി. MG റോഡിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു ട്രിപ്പ് ആളെടുക്കാനുള്ളത്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഞാൻ അത് ഇങ്ങേരെ കണ്ടത്. ഇങ്ങേരെ പ്രായം എന്തായാലും എൻ്റെ അച്ഛനേക്കാളും ഉണ്ടാവുമായിരിക്കും, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കൈവരയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങേര് വന്ന് വണ്ടിയിൽ നിന്ന് നിർത്തി, പാവം കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി സാധനം എടുത്തു. അതെ ഇവർ കൊണ്ടുപോയി കൊടുക്കുകയാണ്, സാധനം കൊണ്ടുപോയി കൊടുത്തു. ഇപ്രായത്തിലും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ അല്ലേ? നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് പടച്ച തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. കണ്ടപ്പോൾ എന്തോ തോന്നി, എന്തേപോലെ തോന്നി. അതിന് ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ. അപ്പോൾ എന്നാൽ ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ ആ ഓട്ടോ ആസ്റ്റർ മെഡിസിറ്റിക്ക് ആയിരുന്നു. ആസ്റ്റർ മെഡിസിറ്റി പോയി അവർ ഡ്രോപ്പ് ചെയ്ത പാടെ തന്നെ അടുത്ത് കിട്ടി. അപ്പോൾ അതിവിടെ കാക്കനാട് ബാധിക്കരുത്, കാക്കനാട് എത്തണ്ടായിരുന്നു കുറച്ച് മുമ്പ് തന്നെ. അപ്പോൾ അതാ അവരെയും ഡ്രോപ്പ് ചെയ്തു ഒന്ന് എന്താ പറയുക, ഒന്ന് മൂത്രം ഒഴിച്ചു, യൂറിനൊക്കെ പാസ് ചെയ്ത് ഒന്ന് വെള്ളം കുടിച്ച് ഇരുന്നപ്പോൾ അടുത്തത് അടിച്ച്. ഒക്കെ ഊബർ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും ഞാൻ എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്തു, എങ്ങോട്ടാന്ന് നോക്കിയില്ല. അപ്പം എന്നാൽ അവരെ പിക്ക് ചെയ്ത് നിന്നിട്ട് കാണാം. അപ്പം എന്തോ ഒരു ഗുഡ് എർത്ത് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വില്ലയാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥലം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വില്ല. ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. നമുക്ക് ബാക്കി നോക്കാൻ കസ്റ്റമർ വരുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ആ ഓട്ടോ നമ്മുടെ പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തു. ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായിട്ട് കഴിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓടുന്നത് വെറുതെ ആയി പോലീസ്. അവിടെ എവിടെയെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഹോട്ടലുകൾ കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. പക്ഷെ നമുക്ക് നോക്കാം, നല്ല ഹോട്ടലാണോ അല്ലേന്ന് അറിയത്തില്ല. പിന്നെ ഈ നേരത്തെ ഫുഡ് കിട്ടുമോ അതോ നൈറ്റാണോ ഇവരെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും മയില് മൂഞ്ചി. ഇവിടെ ഹോട്ടല് ഇല്ല കേട്ടോ. ഹോട്ടല് ഉണ്ട്, ചെറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കാൻ പോകും ഗൈസ്, എന്നിട്ട് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇവിടെ വണ്ടി സൈഡാക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ മുന്നിൽ സൈഡാക്കാനുള്ള സ്ഥലമില്ല. പിന്നെ നോ പാർക്കിംഗ്, വഴി അടച്ച് പാർക്ക് ചെയ്യരുത്. ഓക്കെ ശരി. അപ്പോൾ പിന്നെ ഇപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യുക? എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ. CSB ബാങ്ക് നമ്മളെ കാക്കനാട് റോഡ് ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് ഇറക്കിയിട്ട് വെക്കാം. അവിടെ സ്ഥലം ഉണ്ടെങ്കിലോ. ഇനി എന്തായാലും കഴിച്ചിട്ട് ഓടുന്നുള്ളൂ. ഹോട്ടലെന്തായാലും കണ്ട്, ആ സംഭവം ആപ്പൊക്കെ ഓണാണ്, അതിൽ കാര്യമില്ലല്ലോ. എന്തായാലും കഴിച്ചിട്ട് ഓടുന്നുള്ളൂ. വിശന്നിട്ടേ കുടലിലുള്ളത് ഇങ്ങനെ കീ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാവും അവിടെ? ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായിരുന്നു പോയി നോക്കാം. പോലീസുകാർ നമ്മൾ കണ്ടുകണോ? ക്യാമറ കണ്ടുകണോ? ക്യാമറ ഫോണിൽ വെച്ച് ഇങ്ങനെ ചെരിച്ചേ. ടാക്സി വണ്ടി ആയതുകൊണ്ട് ശ്രദ്ധിക്കണ്ടാവില്ല. എന്തായാലും നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലെ ഉച്ചവരെ ഓടിയുള്ളൂ. എന്താണ് അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പനമ്പള്ളി നഗർക്ക്. അത് കംപ്ലീറ്റ് ചെയ്ത പാടെ തന്നെ ഉച്ചയായി. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കടയിൽ കയറിയപ്പോൾ ഉണ്ണിയപ്പം കണ്ടു. ഉണ്ണിയപ്പം പാക്കറ്റും കാര്യമൊക്കെ വാങ്ങിച്ചു, വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ വിചാരിച്ചു ഉണ്ണിയപ്പം കഴിക്കേണ്ട, ചോറിന് നേരമായില്ലേ, പൂവും പോയി ചോറിന് വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് വന്ന് ചോറ് നിന്ന് അതും കഴിച്ചു. ഉണ്ണിയപ്പം വാങ്ങി അത് കഴിച്ച്. ഉണ്ണിയപ്പം കഴിച്ച് കഴിഞ്ഞത് വയറുവേദന തുടങ്ങി. വയറുവേദന വെച്ചാൽ നല്ല വയറുവേദന. അപ്പോൾ കുറേ നേരം നിന്നു, ചായയും ഇതും ഒക്കെ ഇട്ട് കുടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു, ഛർദ്ദിച്ചു. 1-2 വട്ടം ഛർദ്ദിച്ചു, തല പുകഞ്ഞു, കടന്നുറങ്ങി. പിന്നെ നീച്ചത് വൈകിട്ടാണ്, പിള്ളേരൊക്കെ വിളിച്ചപ്പോഴാണ് നീച്ചത്. പിന്നെ വന്നില്ല, ഇന്നലെ ഇറങ്ങിയില്ല. അങ്ങനെ ഗുളിക കുടിച്ച് കിടന്നതല്ലേ. വീണ്ടും രാത്രിയും അതേമാതിരി വയറുവേദനയും കതിനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗുളിയും കൂടി കുടിച്ച് കിടന്നു. അതുകൊണ്ട് സൈഡായിപ്പോയി. ഇന്ന് ഇപ്പോൾ രാവിലെ 9 മണിക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. രാവിലെ 9 മണിയൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ മാക്സിമം എല്ലാവരും ഉണ്ണിയപ്പം വീട്ടിലുണ്ടായി കഴിക്കാൻ നോക്കുക. പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഡേറ്റും കാര്യമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അനുഭവമാണ് പറഞ്ഞപ്പോൾ. ഇപ്പം കണ്ടപ്പോൾ പുതുക്കി വാങ്ങിച്ചതാണ്. പണി കിട്ടി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ ആയിട്ട് വരാം.